നവംബർ 6-നും നവംബർ 11-നുമായി 2 ഘട്ടങ്ങളിലായാണ് ബീഹാറിൽ ജനവിധി നടക്കുക. വോട്ടെണ്ണൽ നവംബർ 14-നാണ്. ഇതിനകം തന്നെ കടുത്ത മത്സരത്തിലേക്കുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി കഴിഞ്ഞു ബീഹാറിൽ. ഇന്ത്യ സഖ്യം കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വി യാദവിനെ പ്രഖ്യാപിക്കുക കൂടി ചെയ്തതോടെ മുന്നണിക്കുള്ളിൽ നിലനിന്നിരുന്നു എന്ന് പറയപ്പെടുന്ന ചെറിയ അസ്വാരസ്യങ്ങൾ അവസാനിച്ച് മഹാഗഠബന്ധൻ എന്ന ഇന്ത്യ സഖ്യം വൻ ശക്തിയായി അവിടെ ഉയർന്നു കഴിഞ്ഞു. ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഗോതയിൽ ഇന്ത്യ സഖ്യം മുന്നേറ്റങ്ങൾ കൊയ്യുമെന്നാണ് പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. BJP നയിക്കുന്ന നാഷണൽ ഡെമോക്രാറ്റിക് അലയൻസിൻ്റെ ഗ്രാഫ് ഏറ്റവും താഴ്ന്ന നിലയിൽ എത്തിക്കഴിഞ്ഞു. അവിടെ രാഷ്ട്രീയ ജനതാദൾ RJD ഉൾപ്പെടുന്ന മഹാഗഠബന്ധൻ സർക്കാർ രൂപീകരിക്കാനുള്ള സാധ്യത 53.8% ബീഹാറിൽ. പ്രശാന്ത് കിഷോറിൻ്റെ ജൻസൂരജ് പാർട്ടി 12.3%. ഈ വോട്ട് എങ്ങോട്ട് പോകും എന്നതാണ് ബീഹാറിൽ നിർണായകം. മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പിൽ 49.55% അനുകൂലമായി തേജസ്വി യാദവിന് പിന്തുണ രേഖപ്പെടുത്തി. ബീഹാറിൻ്റെ പ്രശ്നങ്ങൾക്ക് ആര് പരിഹാരം കാണുമെന്ന ചോദ്യത്തിന് 47.49% പേർ മഹാഗഠബന്ധൻ തിരഞ്ഞെടുക്കുകയായിരുന്നു. 8.8% ജൻസൂരജ് പാർട്ടിയെയും 30.01% NDAയും 14.42% ആളുകൾ അഭിപ്രായം രേഖപ്പെടുത്താതെയും മാറി നിൽക്കുകയായിരുന്നു. അതേസമയം പുറത്ത് NDA തങ്ങളുടെ പാളയത്തിലെ വിഭജനം മറയ്ക്കാൻ വേണ്ടി ഇന്ത്യ ബ്ലോക്കിൽ തർക്കങ്ങൾ അതിരൂക്ഷമാണ് എന്ന പ്രചരണം ശക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ ഒരു മുന്നണിയിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ സ്വാഭാവികം മാത്രം. അതിനാൽ തന്നെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് വളരെ കുലങ്കുഷിതമായ ചർച്ചകളിൽ അത് പരിഹരിക്കപ്പെടുകയാണ് ഉണ്ടായത്. അതായത് RJDക്ക് 125 സീറ്റും കോൺഗ്രസിന് 55 മുതൽ 57 സീറ്റും ഇടതുപക്ഷ പാർട്ടികൾക്ക് 35 സീറ്റും മുകേഷ് സാനിയുടെ VIP പാർട്ടിക്ക് 20 സീറ്റും പശുപതി പരസിന് 3 സീറ്റും JMMന് 2 സീറ്റും എന്നതാണ് ധാരണ. ഏതായാലും പുറത്ത് പ്രചരിക്കുന്നത് പോലെ സങ്കീർണമായ പ്രശ്നങ്ങൾ ഇപ്പോൾ ഇന്ത്യ മുന്നണിയിൽ നിലനിൽക്കുന്നില്ല. ഒരു യുദ്ധത്തിന് തയ്യാറെടുക്കുമ്പോൾ പാളയത്തിൽ പട നിശേഷം നിർമ്മാർജ്ജനം ചെയ്യാൻ ഗാർഖിയും രാഹുൽ ഗാന്ധിയും അടക്കമുള്ള ദേശീയ നേതാക്കൾ രംഗത്ത് വരികയും തർക്കങ്ങളെല്ലാം രമ്യമായി പരിഹരിക്കപ്പെടുകയുമായിരുന്നു അവിടെ. അത് പക്ഷേ NDA പാളയം തീരെ പ്രതീക്ഷിച്ചില്ല കേട്ടോ. തർക്കങ്ങൾ തീരാതെ ഇന്ത്യ ബ്ലോക്ക് ചിന്നിച്ചിതറുമെന്ന് മലർപ്പുടിക്കാരൻ്റെ കണ്ണുകൾ കൊണ്ട് കാത്തിരുന്ന മോദിക്ക് മുന്നിൽ രാഹുൽ ഗാന്ധിയും തേജസ്വി യാദവും തലയെടുപ്പോടെ ഒറ്റക്കെട്ടായി തേജസ്വിയെ മുന്നിൽ നിർത്തി ബീഹാർ പിടിച്ചെടുക്കാൻ സർവ്വസന്നാഹങ്ങളും ഒരുക്കിയപ്പോൾ ചകിതനായിപ്പോയി. അപ്പോഴും കൃത്യമായ ഒരു തീരുമാനം പ്രഖ്യാപിക്കാതെ 2 വള്ളത്തിൽ മാത്രം കാൽ ചവിട്ടി BJP നിലകൊള്ളുകയായിരുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ കൗശലത്തിൻ്റെ കൂർമ്മതയിൽ BJP നിതീഷിനെ മുൻനിർത്തി ജയിച്ചു കയറുകയും പിന്നീട് അവിടെ നിന്ന് ഭരണം നടത്താൻ തുനിയുകയും ചെയ്തപ്പോൾ നിതീഷ് BJPയെ പടിക്ക് പുറത്തു നിർത്തുകയായിരുന്നു. അതുകൊണ്ട് തന്നെ ഇത്തവണ BJP കളി അല്പം കൂടി മുൻകൂട്ടി എറിയുകയായിരുന്നു. പക്ഷേ നിതീഷിന് അത് വളരെ കൃത്യമായി മനസ്സിലാക്കി. ഇത്തരം ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള NDA പിരിമുറുക്കങ്ങളാണ് അവിടെ ഇന്ത്യ സഖ്യത്തിൻ്റെ പിടിവള്ളിയായി നിലനിൽക്കുന്നത്. പിന്നാക്ക വിഭാഗങ്ങൾക്കുള്ള 10 ന്യായ വാഗ്ദാനങ്ങൾ പ്രഖ്യാപിച്ച് ഇന്ത്യ സഖ്യം മുന്നോട്ട് വന്നു. അതിക്രമം തടയൽ നിയമം, സംവരണ പരിധി ഉയർത്തൽ എന്നിങ്ങനെ 10 വാഗ്ദാനങ്ങളാണ് പ്രഖ്യാപിച്ചത്. രാഹുൽ ഗാന്ധി, തേജസ്വി യാദവും ഗാർഖയും തുടങ്ങിയവർ ചേർന്ന് ഒന്നിച്ചാണ് ഈ പത്രിക പുറത്തിറക്കിയത് എന്നുള്ളത് NDA സഖ്യത്തിനകത്ത് ഒരു വലിയ വിഘടനത്തിന് വഴിതെളിച്ചു എന്നുള്ളതാണ്. ഇങ്ങനെ നിതീഷിൻ്റെ രാഷ്ട്രീയ തന്ത്രങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ട് ബീഹാർ അടിസ്ഥാന വർഗത്തിൻ്റെ ഉന്നതി ലക്ഷ്യം വെച്ച് ഗ്രാമങ്ങളിൽ പ്രതീക്ഷകളുടെ വികസനം സാധ്യമാക്കുന്നതിൽ പ്രതിജ്ഞാബദ്ധതയോടെ വന്ന ഇന്ത്യ മുന്നണി ഭരണം കൈയാളും എന്നതിൽ യാതൊരു തർക്കവുമില്ല. അതോടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ഗതിക്ക് പുതിയ മാറ്റം വരികയും ഒരപ്രമാദിത്വം അവസാനിക്കുകയും ചെയ്യും. മോദി എന്ന കാട്ടുകൊള്ളയുടെ അഴിമതി കുത്തരങ്ങിൻ്റെ കടക്കൽ രാഹുൽ ഗാന്ധി അവസാനത്തെ ആണിയും അടിക്കുമെന്നതാണ് യാഥാർത്ഥ്യം. ഇത് മുൻകൂട്ടി കണ്ട് NDA മോദി അവിടെ ചില തന്ത്രങ്ങൾ പയറ്റാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഇന്ത്യ മുന്നണിയുടെ മുന്നിൽ ഈ തന്ത്രങ്ങളൊന്നും വിലപ്പോവില്ല എന്ന് മാത്രമല്ല, തകർന്നടിഞ്ഞു പോകുന്ന മോദിയുടെ ഭരണം ഇവിടെ ഇന്ത്യക്ക് പുതിയ ഒരു ഉയർപ്പിലേക്ക്, ഇന്ത്യ മുന്നണിയെ ഉയർപ്പിൻ്റെ ഒരു കസാരയിലേക്ക് എത്തിക്കുകയും ഇന്ത്യ രാഹുലിൻ്റെ കയ്യിൽ ഭദ്രമാകുകയും ചെയ്യും.
കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.